ആ സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. MDMA എന്ന പേരിൽ കല്ലുപ്പ് കയ്യിൽ പിടിച്ച് പോലീസിനെ വെല്ലുവിളിച്ച് വ്ളോഗർ. എന്റെ ദൈവമേ, വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഹലോ ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം എക്സൈസർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ് മോനെ എന്റെ കൈ മുന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിലേക്ക് ഈ ജയിലിൽ പോകുന്നവരെ കിടക്കേണ്ടി വരുന്നത്. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം. നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളരും അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നിക്കറ എന്റെ അണ്ടറല്ല ആണല്ലേ. കഴിഞ്ഞ ഞാൻ അവിടെ പോയപ്പോ എക്സൈസുകാരുടെ അടുത്ത് ചോദിച്ചു, നിന്റെ കൈമേക്ക് എന്ത് സാധനം കിട്ടിയാ നിന്നെ പിടിച്ച് അകത്തിടും, പിന്നെ അത് കേസാവും, ജയിലാവും, കോടതിയാവും എന്നൊക്കെ പറഞ്ഞു. അത് പോലീസുകാരുടെ റോള്. ഞാൻ പല റോളും കളിക്കും. എന്താ നിന്റെ പ്രശ്നം? ഏട്ടന്റെ ഈ റോളുകൾ തന്നെയാണ് എന്റെ പ്രശ്നം. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. ഇത് എന്റെ റോള്. ഇപ്പൊ ഞാൻ സാറന്മാർക്ക് പറഞ്ഞു, ഇത് ഞാൻ എന്റെ പൈസക്ക് ഞാൻ വാങ്ങിച്ചതാ. ഒരൊറ്റ റുപ്യ ഞാൻ ചോദിച്ചിട്ടില്ല ആരടുത്തും. നിങ്ങളത് ആരടുത്തും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ, ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. അല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച് ഞാൻ ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന സാധനമായത്. അത് ഞാൻ വലിച്ചിരുന്നതിന് നിങ്ങൾക്ക് എന്താണ്? നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നിങ്ങൾക്ക് എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ശരീരം പോകും, അതിനൊരു കുഴപ്പമില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ അപ്പോഴേ സാറന്മാർക്ക് പറഞ്ഞു, ഇവിടെ കിടന്ന് തിളക്കേണ്ട, വിട്ടോസ്. ഇതാരുടെ റോള്? ഇത് നമ്മളെ റോള്. ഇമ്മാതിരി ടീമിൽ എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. ഹലോ, ബുദ്ധനാണ്. നമ്മൾ ഈ അടുത്തായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മളെ ഡ്രഗ്സിന്റെ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. ആണോ? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. MDMA അത് MDMA അല്ല, അത് കല്ലുപ്പാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. മാങ്ങാ മൂഞ്ച. സാറേ അടി സാറേ. എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം, അല്ല വേറൊന്നും അറിയില്ല സാറേ. ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. ഇത് വേറൊരു ഇതിനു വേണ്ടിയല്ല, ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ലേശം കൂടുതലാണ്. റീച്ച് കിട്ടിയ 24-ലൊക്കെ വന്നായിരുന്നു. എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. അങ്ങനെയൊന്നല്ലോ നീ നല്ല പറഞ്ഞതെല്ലാം നിന്റെയാണെന്നല്ലേ പറഞ്ഞു സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇതൊന്നും നമ്മള് സോഷ്യലൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സോഷ്യൽ മീഡിയ. അപ്പൊ അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ വരത്തില്ല. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. ഇത് എന്റെ കുഴപ്പം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ആരും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യരുത്, തെറ്റാവും. സാറിന്റെ താടി ചെയ്ത് ജന്മനുള്ളതാണ്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.